കാണാതായ പൈലറ്റിനെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യത്തിനൊടുവിൽ US വ്യോമസേനയ്ക്ക് കനത്ത ആയുധനഷ്ടം. അമേരിക്കൻ ആയുധങ്ങളുടെയും വിമാനങ്ങളുടെയും പൂരപ്പറമ്പായി മാറുകയാണ് ഇറാൻ. തകർന്നത് നിരവധി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും. ദക്ഷിണ ഇറാനിൽ തകർന്നു വീണ പൈലറ്റിനെ കണ്ടെത്താനായി നടത്തിയ 48 മണിക്കൂർ നീണ്ട അതിസാഹസികമായ രക്ഷാദൗത്യം അവസാനിക്കുമ്പോൾ അമേരിക്കൻ വ്യോമസേനയ്ക്കും സഖ്യകക്ഷികൾക്കും ഉണ്ടായത് സമാനതകളില്ലാത്ത ആയുധനഷ്ടം. 2 F-15 പൈലറ്റുമാരെയും സുരക്ഷിതമായി മോചിപ്പിക്കാൻ സാധിച്ചെങ്കിലും ആധുനിക യുദ്ധചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക തിരിച്ചടികളിലൊന്നാണ് ഈ ഒറ്റ ദൗത്യത്തിലൂടെ അമേരിക്കക്ക് നേരിടേണ്ടി വന്നത്. ഈ രക്ഷാദൗത്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി ഇറാന്റെ ശക്തമായ വ്യോമ പ്രതിരോധത്തെയും നേരിട്ടുള്ള ആക്രമണങ്ങളെയും നേരിടേണ്ടി വന്ന അമേരിക്കക്ക് തങ്ങളുടെ പക്കലുള്ള ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ പലതും നഷ്ടമായി. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികളും സ്വതന്ത്ര സൈനിക നിരീക്ഷകരും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം താഴെ പറയുന്ന നാശനഷ്ടങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരു F-15 സ്ട്രൈക്ക് ഈഗിൾ, ഒരു A-10 വാർത്തോഗ് തുടങ്ങിയ പോർ വിമാനങ്ങൾ ഇറാന്റെ വെടിയേറ്റ് തകർന്നു. സ്പെഷ്യൽ ഫോഴ്സിനെ കൊണ്ടുപോകാൻ എത്തിയ 2 അത്യാധുനിക HC-130J കോംബാറ്റ് കിങ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇറാന്റെ ഉൾപ്രദേശത്ത് വെച്ച് നശിപ്പിക്കപ്പെട്ടു. രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ 2 UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും സ്പെഷ്യൽ ഫോഴ്സിൻ്റെ 2 MH-6 ലിറ്റിൽ ബേർഡ് ഹെലികോപ്റ്ററുകളും വെടിയേറ്റ് തകരുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തു. നിരീക്ഷണത്തിനായി ഉപയോഗിച്ച 2 MQ-9 റീപ്പർ ഡ്രോണുകളും ഇസ്രായേലിൻ്റെ ഒരു ഹെർമിസ് 900 ഡ്രോണും ഇറാൻ വെടിവെച്ചിട്ടു.